ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ജനറലി സ്കിപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇത് വിട്ടുപോയത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള പ്രോബ്ലം ഡിജിറ്റ് പോലും മാറാതാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഈ ഒരു വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. സോ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 70 പോയിന്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പെട്ടെന്ന് പോയിന്റ്സിലൂടെ കടന്നു പോകാം. ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി സൊല്യൂഷൻ ആദ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ അത് തന്നെയായിരിക്കും അല്ലേ? മൊളാരിറ്റിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് മക്കളെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡിജിറ്റ് പോലും മാറാതെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദ്യം വന്നു. സോ നന്നായിട്ട് NCERT ഓറിയന്റ് ചെയ്ത് ഈ പ്രോബ്ലംസ് പഠിക്കുക. അതുപോലെ റോൾസ് ലോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. അസറ്റോണും ക്ലോറോഫോമും എത്തനോളും വാട്ടറും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക, എന്തുകൊണ്ടാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾ തീർച്ചയായും പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിച്ചിരിക്കും. അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ നെയിം ചോദിക്കാറുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതിൽ പിന്നീട് വരുന്നത് വാൻ ഹോഫ് ഫാക്ടർ ആണ്. വാൻ ഹോഫ് ഫാക്ടറിൽ അസറ്റിക് ആസിഡ് ബെൻസീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാൻ ഹോഫ് ഫാക്ടർ എന്താണ് സംഭവിക്കുക, കുറയാണോ കൂടുകയാണോ, അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഫുൾ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ഈ ഒരു പോയിന്റ്സ് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ആദ്യം ഈ പോയിന്റ്സ് പഠിക്കുക. അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് പോകുന്ന സമയത്ത് കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് EMF, അതുപോലെ തന്നെ നേഴ്സിക്കേഷൻ, ഏതെങ്കിലും ഒരു സെൽ റിയാക്ഷൻ തന്നിട്ട് അതിന്റെ നേഴ്സിക്കേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നോർമലി ഡാനിയൽസെലിന്റെ നേഴ്സിക്കേഷൻ തന്നെയാണ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറ്. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡൈല്യൂഷൻ പഠിക്കണം. കോൾറോഷ്യസ് ലോ ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഫാരഡേസ് ലോ, ന്യൂമറിക്കൽസ് ഉണ്ട്, കൊമേഴ്ഷ്യൽ സെൽ ഉണ്ട്, മെക്കാനിസം ഓഫ് കൊറോഷൻ. ഞാൻ പറഞ്ഞു മെക്കാനിസം ഓഫ് കൊറോഷൻ ജനറലി നമ്മൾ പഠിക്കുന്ന സമയത്ത് അവസാന പാർട്ട് ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യുന്ന 2 പാർട്ടുകളാണ്. ഏത് ഈ 2 പാർട്ടുകൾ കൊമേഴ്ഷ്യലിസലും മെക്കാനിസം ഓഫ് കൊറോഷനും 100% ക്വസ്റ്റ്യൻ ഉറപ്പിക്കാവുന്ന 2 പാർട്ടുകളാണ്, അത് മറക്കരുത്. അടുത്തത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഇവിടെ സ്ഥിരം 2 മാർക്കിന് വരുന്നതാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. മക്കളെ 4 പോയിന്റ്സ് പഠിക്കുക, 2 മാർക്കിന് ചോദിക്കും. ചിലപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും ഡിഫൈൻ ചെയ്യാനായിരിക്കും ചോദിക്കുക. Then effect of concentration of reactant on reaction rate. ഏതെങ്കിലും 4 ആൾക്കാരെ പഠിക്കുക, 4 എണ്ണം, ജസ്റ്റ് 4 എണ്ണം മതി. 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. K കാൽക്കുലേറ്റ് ചെയ്യാനും T കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് അവിടെ നിന്ന് വരും. പിന്നെ ഹാഫ് ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ട ടി ഹാഫ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അറീനിയസ് ഇക്വേഷൻ എഴുതാൻ ഉണ്ടാവാറുണ്ട്. ഓരോ ടേം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അത് 1 മാർക്കിന് ചോദിക്കും. അതേപോലെ അറീനിയസ് ഇക്വേഷന്റെ ലോഗരിതമിക് ഫോം വെച്ചിട്ടുള്ള പ്രോബ്ലം മസ്റ്റ് ആണ്. ആക്ടിവേഷൻ എനർജി കാൽക്കുലേഷൻ എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും മക്കളെ. ഇനി എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ആണ് ലാസ്റ്റ് പാർട്ടിൽ. അതിന് എഫക്ട് ഓഫ് ഒരു കാറ്റലിസ്റ്റ് എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് വരും. 0 ഓർഡറിന്റെ ഫസ്റ്റ് ഓർഡറിന്റെ ഡെറിവേഷൻ, ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻ ഓർത്തു വെക്കുക. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലേക്ക് പോകുന്ന ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അതില്ലാതെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, അതിന്റെ റീസൺ എന്താണെന്നൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേപോലെ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെയും പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെയും പ്രിപ്പറേഷൻ പഠിക്കണം. ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റ് അയോണിന്റെയും മാംഗനേറ്റ് അയോണിന്റെയും പെർമാംഗനേറ്റ് അയോണിന്റെയും സ്ട്രക്ചർ മസ്റ്റ് ആയിട്ടും പഠിക്കുക. അതുപോലെ തന്നെ മാഗ്നറ്റിക് ബിഹേവിയർ, പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നൊക്കെ ചോദിക്കും. അതുപോലെ കോംപ്ലക്സ് ഫോർമേഷന്റെ റീസൺ ചോദിക്കാറുണ്ട്. കളർ, അവരെന്തുകൊണ്ട് കളർ കാണിക്കുന്നു, DD ട്രാൻസിഷൻ എന്നുള്ള പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ആൻഡ് അതേപോലെ തന്നെ ലാന്തനോയിഡ്സിന്റെയും ആക്ടിനോയിഡ്സിന്റെയും യൂസസും കാര്യങ്ങളും അറിഞ്ഞു വെക്കുക. അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരുന്നു. എന്ത് ചെയ്യാ, ഡബിൾ സാൾട്ടും കോർഡിനേഷൻ കോംപ്ലക്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലെ നമ്മൾ NCERT വെച്ച് പറയുകയാണെങ്കിൽ ഓരോ സബ് ടോപ്പിക്കും പഠിക്കുക. കാരണം ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് മെറ്റൽ കാർബണൈൽസിലെ ബോൺസിനെ പറ്റി ചോദിച്ചിരുന്നു. അപ്പൊ ഓരോ ടോപ്പിക്കിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 പോയിന്റ് എങ്കിലും എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അടുത്തതിലേക്ക് പോകുന്ന IUPAC നോമൻക്ലേച്ചർ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. 2 മാർക്ക് ഉറപ്പിക്കാം. IUPAC നോമൻക്ലേച്ചറൂടെ സ്ട്രക്ചറൽ ആൻഡ് ജോമെട്രിക്കൽ ഐസോമറിസം എന്തായിട്ടും ഉണ്ടാവുക, അതിൽ മറക്കരുത് അല്ലെ? ഐസോമറിസം തീർച്ചയായിട്ടും വരും. അതിൽ ലിങ്കേജ് ഐസോമറിസം എല്ലാം നിങ്ങൾ പഠിക്കണം. അത് ഐഡന്റിഫൈ അതിൽ ജോമെട്രിക്കൽ ഐസോമറിസം പഠിക്കുന്ന MA3B3 ടൈപ്പ് ഒരു കോംപ്ലക്സ് ഉണ്ട്. MA3B3 ടൈപ്പ് ഇത് ഏത് ടൈപ്പ് ഐസോമറിസം ആണ് കാണിക്കുക, ഇതെന്താണെന്ന് വരഞ്ഞു കാണിക്കാൻ അവർ പറയാറുണ്ട്. അതേപോലെ ഒരു കോംപ്ലക്സിന്റെ ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അവിടെ ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ
ആണോ എന്നുള്ള മാഗ്നറ്റിക് ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യാൻ വരും. അതിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പഠിക്കുന്ന സമയത്ത് ഒരുപാട് തിയറി പഠിച്ച സമയം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ആ സ്പ്ലിറ്റിംഗ് ഡയഗ്രാം ആണ് പഠിക്കുന്നത്. ഒക്ടായിഡിന്റെയും ടെട്രായിഡിന്റെയും സ്പ്ലിറ്റിംഗ് ഡയഗ്രാം പഠിക്കുക. ആ ഡയഗ്രത്തിൽ ഓരോ ടേമും കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റിംഗ് എനർജിയായിട്ട് ബന്ധപ്പെട്ട ടേമുകളൊക്കെ വ്യക്തമായിട്ട് എഴുതി വെക്കുക അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞ മെറ്റൽ കാർബണൈൽസ് അതിലെ ബോണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 2 മാർക്സിന് എഴുതാനുള്ള സാധനം നിങ്ങൾക്ക് പഠിക്കാതെ പോകരുത്. വളരെ ഈസി ആയിട്ട് 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും മെറ്റൽ കാർബണൈലൂടെ അല്ലേ. അടുത്തത് ഓർഗാനിക് ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ കടക്കാണ്. ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. യെസ്, preparation using thionyl chloride. Alkyl chloride is the best. അത് alkyl chloride പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് thionyl chloride ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഫിംഗൽസ്റ്റൈൻ ആൻഡ് സ്വാർട്സ് റിയാക്ഷൻ ഡിഫറൻഷിയേറ്റ് SN1 and SN2. SN1 ഉം SN2 ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലേ. Then Sandmeyer's reaction എന്താണെന്ന് പഠിക്കണം. നെയിംഡ് റിയാക്ഷൻസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അരൈൽ ഹലൈഡ്സ് ലെസ് റിയാക്ടിവിറ്റി കാണിക്കാനുള്ള റീസൺ ക്ലോറോഫോം, DDTയുടെ സ്ട്രക്ചർ, then uses of അതിലെ ക്ലോറോഫോം ചോദിക്കാറ്. ക്ലോറോഫോം why chloroform is stored in colored bottle. എന്തുകൊണ്ട് ക്ലോറോഫോം വാക്സിലിന്റെ ബോട്ടിൽ അല്ലെങ്കിൽ കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കുന്നത് ചോദിക്കാറുണ്ട്. അതുപോലെ DDTയുടെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. കാർബൺ ടെട്രാക്ലോറൈഡ് ഫ്രിയോൺ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. അടുത്തത് ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. മക്കളെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് നിങ്ങൾക്കറിയാം ഓർഗാനിക് ചാപ്റ്റേഴ്സിൽ നിന്നാണ്. സോ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ തന്നെയാണ് ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. ആൽക്കഹോളിന്റെയും ഫിനോളിന്റെയും ഈതറിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അവരുടെ കെമിക്കൽ റിയാക്ഷൻസ്, ദെൻ അവരുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ പഠിക്കുക. ലൂക്കാസ് ടെസ്റ്റ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ലൂക്കാസ് ടെസ്റ്റ് ചോദിക്കാറുണ്ട്. ലൂക്കാസ് റിയേജന്റ് എന്നും ലൂക്കാസ് ടെസ്റ്റ് എന്താണെന്നും ചോദിക്കാറുണ്ട്. ദെൻ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോളിന്റെ അസിഡിറ്റി ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസിഡിറ്റി ഓർഡർ, ഡീഹൈഡ്രേഷന്റെ ഓർഡർ, അതുപോലെ തന്നെ റിയാക്ഷൻ വിത്ത് ടുവേർഡ്സ് എക്സിഎൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. പിക്രിക് ആസിഡ് എന്താണ്? പിക്രിക് ആസിഡിന്റെ സ്ട്രക്ചർ അത് എപ്പോഴും 1 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരം കാണുന്നതാണ്. Okay. Then bromination of phenol. Phenol using water. Phenol brominate ചെയ്യുക. വാട്ടർ ഉപയോഗിച്ച് ബ്രോമിനേറ്റ് ചെയ്യുക. കാർബൺ ഡൈസൾഫൈഡ് ഉപയോഗിച്ച് ബ്രോമിനേറ്റ് ചെയ്താൽ എന്ത് പ്രോഡക്റ്റ് ആണ് കിട്ടുക എന്ന് വരഞ്ഞങ്ങ് പഠിച്ചേക്ക് വളരെ ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ വരുന്നത് റൈമർ-ടൈമൻ റിയാക്ഷൻ, കോൾസ് റിയാക്ഷൻ, ദെൻ വില്യംസൺസ് ഈതർ സിന്തസിസ്. ഇത് മൂന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൽക്കഹോളിലെ 3 റിയാക്ഷൻ. ഒരു പക്ഷേ മക്കൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ വില്യംസൺ സിന്തസിസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയാം. അതേപോലെ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ അയഡൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഈതറിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഈതറിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒന്നിക്കൽ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ അയഡൈഡ് അല്ലെങ്കിൽ വില്യംസൺ സിന്തസിസ്. യെസ്, അടുത്ത ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. ഒരുപാട് നെയിംഡ് റിയാക്ഷൻസ് വരുന്ന ചാപ്റ്റർ ആണ്. ഗട്ടർമാൻ കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്, എഡ്വേർഡ്സ് റിയാക്ഷൻ, സ്റ്റീഫൻസ് റിഡക്ഷൻ, റോസൻമൽസ് റിഡക്ഷൻ ആൻഡ് ക്ലെമൻസൺ റിഡക്ഷൻ. ഇതൊക്കെ നെയിം റിയാക്ഷൻ ആണ്. ഈ നെയിം റിയാക്ഷന്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ. അതേപോലെ നെയിംഡ് റിയാക്ഷൻസ് ഇനിയും വരുന്നുണ്ട്. വോൾഫ്-കിസ്റ്റൺ റിഡക്ഷൻ, കാനിസറോ റിയാക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ, HV-cell റിയാക്ഷൻ, അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് കാർബോക്സിലിക് ആസിഡ് സ്പെഷ്യൽ ആണ്. റെഡി അല്ലേ? നിങ്ങൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ആൽഡിഹൈഡ്സും ഹാലോ ആൽക്കൈനും അമൈൻസും ഒക്കെ ഓരോ ടേബിൾ ആക്കിയിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അങ്ങനെ കമ്പൈൻ ചെയ്ത് പഠിക്കാം. അടുത്തത് അമൈൻസ് ആണ്. അമൈൻസ് അടുത്ത ഓർഗാനിക്. അമൈൻസിലേക്ക് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ, ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഈ ഡീഗ്രഡേഷൻ റിയാക്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല എന്ന് പറയാം. റെഡിയാണ്? അതേപോലെ ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്താണ്? ഹിൻസ്ബർഗ് റിയേജന്റ്, നമ്മൾ ആൽക്കഹോൾ ലൂക്കാസ് ടെസ്റ്റ് പഠിക്കുന്നത് പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഹിൻസ്ബർഗ് ടെസ്റ്റ്. അത് പഠിക്കണം. പ്രൈമറി അമീൻ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് കാർബൈലമീൻ റിയാക്ഷൻ, കാർബൈലമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനേറ്റ് ടെസ്റ്റ്. ഓക്കെ, അതുപോലെ ഡയറക്ട് നൈട്രേഷൻ പ്രോഡക്റ്റ് ഓഫ് അനലിൻ. അനലിനെ ഡയറക്ട് നൈട്രേഷൻ നടത്തിയാൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ്. ഡയസോട്ടൈസേഷൻ എന്താണെന്ന് പഠിക്കണം. റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂറോബെൻസീൻ ഫ്രം ബെൻസീൻ ഡയാസോണിയം സാൾട്ട്. പല ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീനും അയോഡോബെൻസീനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഫ്ലൂറോബെൻസീൻ, ഫ്ലൂറോബോറിക് ആസിഡ് വെച്ച് ഫ്ലൂറോബെൻസിൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്മൾ വിട്ടുപോയി. ബേസിക് നേച്ചർ ഓഫ് അമൈൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പഠിച്ചത്. ബേസിക് നേച്ചർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഉറപ്പിക്കാം. ഓക്കേ, റെഡി. ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബയോമോളിക്യൂൾസ് നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ദിവസവും ഓരോ ടോപ്പിക് വെച്ച് പഠിക്കുക. സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ്. സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കണം. മോണോയും ഡൈയും
ഡൈയും പോളിയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണോ ഒളിഗോ പോളിസാക്കറൈഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ, വൈറ്റമിൻ പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് അല്ലേ? യെസ്, അതിലെ വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, എൻസൈംസ്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് 2 മാർക്കെങ്കിലും എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. യെസ്. അപ്പൊ നമ്മൾ ഇത്രയും ടോപ്പിക് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ മക്കൾ എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ടോപ്പിക് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾ വെറീഡ് ആവേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ പഠിച്ചതേ വരുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് അല്ലേ? യെസ്. അപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക മക്കളെ. എല്ലാ +2 സ്റ്റുഡൻസിനും നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഒക്കെ നമ്മൾ ലൈവിലൂടെയും നല്ല കോൺഫിഡൻസോടുകൂടി പഠിച്ചോളൂ. നിങ്ങൾ പഠിച്ചതേ വരുള്ളൂ. ഫുൾ മാർക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കും അല്ലെ? ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.